എന്താണ് ആത്മീയത? ആത്മീയതയെന്നത് വെറും ചില ആചാരങ്ങളോ ചടങ്ങുകളോ മാത്രമല്ല. അതൊരു മനസ്സിൻ്റെ ശുദ്ധിയും ഉള്ളിൻ്റെ യാത്രയുമാണ്. മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഇവിടെ, എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്ന നിമിഷമാണ് ആത്മീയതയുടെ ആരംഭം. ആത്മീയത മനുഷ്യനെ പുറത്തുള്ള ലോകത്തു നിന്നും ഒളിച്ചോടാൻ പഠിപ്പിക്കുന്നതല്ല. പകരം ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ മനസ്സിനെ ശാന്തവും കരുണയുള്ളതുമായ നിലയിൽ നിലനിർത്താൻ പഠിപ്പിക്കുന്ന ഒരു വഴിയാണത്. ആത്മീയതയുള്ള ഒരാളുടെ ഹൃദയം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ തുടങ്ങും. അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ പരിശോധിക്കാൻ പഠിക്കും. അഹങ്കാരത്തിന് പകരം വിനയം, ദേഷ്യത്തിനും വിദ്വേഷത്തിനും പകരം കരുണ, അശാന്തിക്ക് പകരം സമാധാനം അവൻ്റെ ജീവിതത്തിൽ പതുക്കെ നിറയും. ആത്മീയതയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയതയുടെ ഏറ്റവും വലിയ ഫലം മനസ്സിൻ്റെ സമാധാനമാണ്. പണം, പ്രശസ്തി, സ്ഥാനമാനം ഇവയെല്ലാം ഉണ്ടായാലും മനസ്സിന് സമാധാനമില്ലെങ്കിൽ ജീവിതം ശൂന്യമായതായി തോന്നും. പക്ഷേ ആത്മീയത മനുഷ്യന് ഉള്ളിൽ ഒരു പ്രകാശം നൽകുന്നു. ആ പ്രകാശം കൊണ്ടാണ് അവൻ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും സമാധാനത്തോടെ നേരിടാൻ കഴിയുന്നത്. ആത്മീയത മനുഷ്യനെ സ്വാർത്ഥതയിൽ നിന്നും സേവനത്തിലേക്കും, അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്കും, അശാന്തിയിൽ നിന്നും സമാധാനത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ട് ആത്മീയത ഒരു വാക്കോ ഒരു സിദ്ധാന്തമോ അല്ല. അത് ജീവിതം മുഴുവൻ തുടരുന്ന ഉള്ളിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിനെ അറിയുകയും സൃഷ്ടാവിനോടുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ സമാധാനവും സത്യമായ സന്തോഷവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉദിക്കുന്നത്. വരികൾ ഷരീഫ തങ്ങൾ.